എല്ലാവർക്കും നമസ്കാരം. മാനസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിജ. ഞങ്ങളുടെ സ്ഥലം പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. ഇന്ന് കുറച്ച് റാൻഡമായിട്ടുള്ള കളക്ഷൻസാണ് കാണിക്കുന്നത്. അതായത് മുന്നത്തെ വീഡിയോസിൽ ബാലൻസ് വന്ന പീസുകളുടെ കളക്ഷനാണ് കാണിക്കുന്നത്. ഇതൊരു അജ്രക്കിൽ കാന്താ സ്റ്റിച്ച് വരുന്ന ഒറിജിനലല്ല, അജ്രക്ക് പ്രിൻ്റാണ് കേട്ടോ. യോക്ക് പോർഷനിൽ കുറച്ച് ഹാൻഡ് വർക്കൊക്കെ വരുന്ന ഒരു ഡിസൈനാണ്. ഒരു 47 ഒക്കെ, ഒരു 46, 47 ഒക്കെ ലെങ്ത്ത് കിട്ടും. ഇതാണ് അതിൻ്റെ ദുപ്പട്ട. ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടണാണ് കേട്ടോ. ദുപ്പട്ട 2.25, ബോട്ടവും 2.25, ടോപ്പ് 2.5 മീറ്ററിൻ്റെ അടുത്ത് മെഷർമെൻറ്റ് വരും. നല്ല ഭംഗിയുള്ള പീസുകളാണ് എല്ലാം തന്നെ. ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് DTDC വഴിയും ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പാഴ്സൽ അയക്കുന്നത്. കസ്റ്റമറിൻ്റെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. കേരളത്തിന് വെളിയിലേക്ക് സ്പീഡ് പോസ്റ്റിലാണ് അയക്കുക. DTDC വഴി അയക്കും. കസ്റ്റമറിനെ സെലക്ട് ചെയ്യാം. അഡ്രസ്സ് അയക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പോസ്റ്റ് വേണോ DTDC വേണോ എന്നുകൂടി ഒന്ന് മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ അഡ്രസ്സ് അയക്കുമ്പോൾ പേര്, വീട്ടുപേര്, ഏത് പോസ്റ്റ് ഓഫീസാണ്, പിൻകോഡ്, വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ, ഒന്നിൽ കൂടുതലോ ഫോൺ നമ്പർ വെച്ചാൽ വലിയ ഉപകാരം. പിന്നെ എന്തെങ്കിലും കുറച്ച് ഉള്ളിലേക്കാണ് വീട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലാൻഡ് മാർക്കും കൂടെ വെച്ചാൽ നല്ലതായിരിക്കും. പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ 3 മുതൽ 4 വർക്കിംഗ് ഡേ എടുക്കും. 4 വർക്കിംഗ് ഡേ ആയിട്ടും കിട്ടിയില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊന്ന് വിളിച്ച് അന്വേഷിക്കേണ്ടതാണ്. സ്റ്റാഫ് ലീവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ കൊണ്ട് തന്നെന്ന് വരത്തില്ല. DTDC പിന്നെ ടൗണിലൊക്കെ കൊടുക്കുള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് വാങ്ങിക്കണമെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ അടുത്തുള്ള DTDC ഓഫീസ് ഏതാണെന്നും കൂടെ മെൻഷൻ ചെയ്യണം. DTDC ആണെങ്കിൽ എന്നിട്ട് എങ്ങനെയാണ് അവർ സ്ഥിരമായിട്ട് കൊണ്ട് തരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ആ രീതിയിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ഓർഡർ ചെയ്യുക കേട്ടോ. പിന്നെ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ മെസ്സേജിനകത്ത് അത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ മെസ്സേജിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. എങ്കിൽ മാത്രമേ റിട്ടേൺ, റീപ്ലേസ്മെൻറ്റോ അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആവത്തുള്ളൂ. പിന്നെ ഡാമേജ് പീസിന്, പിന്നെ പാഴ്സൽ എന്തെങ്കിലും മിസ്സിങ് അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ റിട്ടേൺ, റീപ്ലേസ്മെൻറ്റും ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ മുന്നത്തെ വീഡിയോസിൽ ബാലൻസ് വന്ന പീസുകളാണ് കേട്ടോ. ഇതൊക്കെ കോട്ടൺ ഫാബ്രിക്കാണ്. പ്യുവർ കോട്ടൺ അല്ല, നോർമൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ്. ഇതൊരു അടഞ്ഞ ഒരു ബ്ലൂ കളറാണ് കേട്ടോ. കുറച്ച് അടഞ്ഞ ഒരു, നോർമലി കാണുന്നൊരു ബ്ലൂ അല്ല, കുറച്ചൊരു ഒരു വ്യത്യാസപ്പെട്ട ഒരു ബ്ലൂ കളറാണ്. ഷിഫോൺ ദുപ്പട്ട. ഇതൊരു 47 ഒക്കെ നമുക്ക് ലെങ്ത് കിട്ടും. ഇതതിൻ്റെ ബോട്ടം പീസാണ് കേട്ടോ. ചെറുതായിട്ട് ഹാൻഡ് വർക്കൊക്കെ വരുന്നുണ്ട്. എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ. എല്ലാം തന്നെ ഇന്ത്യ മുഴുവൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. പിന്നെ ശ്രീലങ്കയിലോട്ടും നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ. ശ്രീലങ്കയിൽ നിന്നൊക്കെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. നമ്മൾ പോസ്റ്റ് വഴിയാണ്, സ്പീഡ് പോസ്റ്റ് വഴിയാണ് പാഴ്സൽ അയക്കുന്നത്. എല്ലാ റേറ്റും ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ് കേട്ടോ. ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റേറ്റാണ്. അപ്പം നിങ്ങൾ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു കഴിയുമ്പം 10 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. നമ്മൾ പ്രോഡക്റ്റ് കൺഫേം ചെയ്യണം വാങ്ങിക്കും എന്നുള്ളത്. അല്ലാതെ നമ്മൾ മാറ്റി വെക്കത്തില്ല കേട്ടോ പേയ്മെൻറ്റ് ചെയ്യാതെ. ഇതൊക്കെ സ്ലബ് കോട്ടണിൽ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഡിസൈൻസ് മുന്നത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. സ്ലബ് കോട്ടണിൽ വരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകളാണ് എല്ലാം തന്നെ വരുന്നത്. ചിലർ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് മാറ്റി വെക്കും, പിന്നെ അത് എടുക്കത്തില്ല. അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം മറ്റുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സോൾഡായി എന്ന് പറയുകയും ചെയ്യും. പിന്നെ നമ്മളത് മാറ്റി വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റും കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഈ 10 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പം ഇതാണ് അടുത്ത മെറ്റീരിയൽ. ഇതൊക്കെ ഒരു 44 ഒക്കെ ലെങ്ത് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ. സ്ലബ് കോട്ടണിൽ വരുന്നതാണ്. യോക്ക് പോർഷനിൽ ഒരു ഡിസൈൻ വരുന്നതാണ് കേട്ടോ. ഇതതിൻ്റെ പാൻറ്റായിട്ട് വരും. നമ്മുടെ ദുപ്പട്ട വരുന്ന എല്ലാം നമാസി കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ. ഇത് ടോപ്പും ബോട്ടവും സ്ലബ് കോട്ടണിലാണ് വരുന്നത്. സ്ലബ് കോട്ടൺ എന്ന് പറയുമ്പോൾ കുറച്ച് കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതെല്ലാം അതെ സ്ലബിലാണ് വരുന്നത് കേട്ടോ. സ്ലബ് എന്ന് പറയുമ്പോൾ ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്. ഒട്ടും ചൂട് സഹിക്കാൻ പറ്റാത്തവരൊക്കെ സ്ലബ് കോട്ടൺ വാങ്ങിക്കാതിരിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നല്ല കോട്ടൻ്റെ ലൈനിങ് ഇടണം. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം ഒരു 44 ഒക്കെ ലെങ്ത് വരുന്ന പീസാണ് കേട്ടോ. ടൈ ഏരിയയിൽ ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കൊക്കെ വരും. ഇതതിൻ്റെ ദുപ്പട്ട നമാസി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നമാസി കോട്ടൺ ഫാബ്രിക്കാണ്. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വരുന്നത്. പിന്നെ അതാണ് അതിൻ്റെ പാൻറ്റ് ചെറിയ സ്ട്രൈപ്സ് വരുന്ന പാൻറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമ്മളാണെങ്കിൽ ഒരു സ്റ്റാഫിനെ നോക്കുന്നുണ്ട്. ലേഡി സ്റ്റാഫാണ് വേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ ഉള്ളവർ തന്നെ വേണം. നമ്മുടെ പിൻകോഡ് 689646 ആണ്. അപ്പോൾ അതിനൊരു 10-15 കിലോമീറ്റർ ഉള്ളിലുള്ളവർ വേണം. കാരണം ഡെയിലി വന്നു പോകാനുള്ള ഒരു സൗകര്യം അനുസരിച്ചാണ് പറയുന്നത്. പിന്നെ കമ്പ്യൂട്ടർ, അത്യാവശ്യം ബേസിക്കായിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആൾ വേണം കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെടേണ്ടതാണ് കേട്ടോ.
ഇത് അടുത്ത മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ടയെന്ന് പറഞ്ഞാൽ നല്ലൊരു സോഫ്റ്റ് ക്വാളിറ്റി കോട്ടൺ ആണ് കേട്ടോ. നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതതിൻ്റെ ബോട്ടമായിട്ട് വരും. ഇതൊക്കെ ഈ പീസ് ഇനി അങ്ങോട്ട് കാണിക്കുന്ന പീസുകളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചാണ്. പക്ഷേ ഞാൻ ടേബിളിൻ്റെ മുകളിലിട്ട് കാണിച്ചത് ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. മെസ്സേജ് വന്നു, അത്ര ദുപ്പട്ടയൊന്നും ക്ലിയർ ആയില്ല എന്നൊക്കെ ഇങ്ങനെ കമൻറ്റും മെസ്സേജും ഒക്കെ കണ്ടു. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ. ആ മെറ്റീരിയൽസ് അതിനകത്ത് ബാലൻസ് വന്ന് അതിൽ നിന്ന് സോൾഡായി പോയിട്ട് പിന്നെ ബാലൻസ് വന്ന പീസുകളൊക്കെ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കുകയാണ്. ഇത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. നല്ലൊരു കുറച്ച് വെയിലത്തൊക്കെ നിന്നാൽ നല്ലപോലെ കാണുന്നൊരു റെഡ് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ സ്വിഫ്റ്റ് കാറില്ലേ, സ്വിഫ്റ്റ് കാറിൻ്റെ ആ കളറില്ലേ, ആ കളറാണിത് കേട്ടോ. കുറച്ച് എറിച്ച് നിൽക്കുന്ന റെഡാണേ. പക്ഷെ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ദുപ്പട്ടയും നല്ലൊരു പീസാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലുമാണ്. കുറച്ച് മിക്സ് ഉണ്ട്, പ്യുവർ കോട്ടൺ അല്ല. പ്യുവർ കോട്ടൺ എന്ന് പറയുമ്പോൾ ഈ ജയ്പൂരി കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ ഈ പ്യുവർ കോട്ടൺ എന്ന് പറയുന്നത്. അതല്ല, ഇതൊക്കെ ശകലം മിക്സ് ഉണ്ട്. പക്ഷേ കോട്ടൺ ആണ് കൂടുതൽ. ഒരു 60% കോട്ടൺ ആണ്, ഒരു 40% എന്തെങ്കിലും ഒരു സിന്തറ്റിക് ഫാബ്രിക്കിൻ്റെ മിക്സ് കൂടെ വരും. പക്ഷേ നല്ല ഫ്ലെക്സിബിളാണ്, ചൂടൊന്നും അങ്ങനെ എടുക്കുന്നില്ല. നല്ലൊരു കോട്ടൺ ലൈനിങ് ഇട്ടാൽ മതി. ഇതൊക്കെ ആവശ്യത്തിന് ലെങ്ത് ഉണ്ട് കേട്ടോ. 44-45 ഒക്കെ ലെങ്ത് കിട്ടും. പിന്നെ ഇതിലുള്ളത് പ്രിൻ്റാണ്, എംബ്രോയ്ഡറി വർക്കല്ല. ഇതൊരു റെഡിഷ് മെറൂണാണ് കേട്ടോ. റെഡും അല്ല മെറൂണും അല്ലാത്തൊരു കളറ്. കറക്റ്റായിട്ടൊരു ഇന്ന കളറെന്ന് പറയാൻ പറ്റത്തില്ല. റെഡും അല്ല മെറൂണും അല്ലാത്ത ഒരു കളറാണിത് കേട്ടോ. നല്ല ഭംഗിയുള്ള കളറാണ്. ദുപ്പട്ടയാണെങ്കിലും ഒരു സിൽക്കി ഫിനിഷ് വരുന്ന കോട്ടൺ ദുപ്പട്ട. ഷിഫോൺ അല്ല, കോട്ടൺ തന്നെയാണ്, പക്ഷേ ഒരു സിൽക്കി ഫിനിഷിങ്ങിൽ വരുന്ന ദുപ്പട്ടയാണ്. പാൻറ്റും മിക്സഡ് കോട്ടൺ ഫാബ്രിക്കിലാണ് കേട്ടോ വരുന്നത്. എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം, നോക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. കളറ്, ഫാബ്രിക്ക്, മെഷർമെൻറ്റ് ഇതെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ കൺഫേം ചെയ്യണം. കാരണം ഈ കാര്യത്തിലൊന്നും നമുക്ക് റിട്ടേണോ റീപ്ലേസ്മെൻറ്റോ ഇല്ല. എനിക്കിഷ്ടപ്പെട്ടില്ല കളറ് അങ്ങനെ പറഞ്ഞാൽ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല നമുക്ക്. അതുപോലെ തന്നെ സൈസാണെങ്കിലും അതെ, കുറച്ച് വണ്ണമുള്ളവരാകുമ്പോൾ എപ്പോഴും ഒരു സൈസൊക്കെ ചോദിച്ചിട്ട് അതെനിക്ക് തുണി തികയത്തില്ലെന്ന് വാങ്ങിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് പറ്റില്ലല്ലോ നമുക്ക്, എന്ത് ചെയ്യാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഡാമേജ് പീസിന് മാത്രമേ നമുക്ക് റിട്ടേണോ റീപ്ലേസ്മെൻറ്റും ഉള്ളൂ. അപ്പം തുണിയുടെ ഫാബ്രിക് ഏതാണ്, ഏത് ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയലാണ്, നിറം, അതുപോലെ തന്നെ മെഷർമെൻറ്റ് ഇതെല്ലാം ചോദിച്ച് വാങ്ങിക്കണം. കാരണം നമുക്കെന്ന് പറയുമ്പം ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ 100 മെസ്സേജ് വരും. എല്ലാവരോടും നമ്മൾക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അന്നേരം നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ പൈസ ചിലവാക്കുന്നത് നിങ്ങളല്ലേ. അപ്പം അത് നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഇതെല്ലാം ചോദിച്ച് കൺഫേം ചെയ്ത് വാങ്ങിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓൺലൈൻ പർച്ചേസ് എന്ന് പറയുമ്പോഴേ നമ്മൾ നേരിട്ട് കാണുന്നില്ല. നമ്മൾ ഇന്നതായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ കൈ കിട്ടുമ്പോൾ അത് തന്നെ ആയിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം അത് ചോദിക്കാനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കുണ്ട്. ചോദിക്കുക, ഏതൊക്കെയാണ് ഫാബ്രിക്, എന്താണ് മെഷർമെൻറ്റ്സ് എന്ന് പറയണം. വർണ്ണമൊന്നും അധികം ഇല്ലാത്തവർക്ക് ഇത് അത്ര വിഷയമല്ല. പിന്നെ കളർ കോൺഷ്യസ് അല്ലാത്തവർക്കും വിഷയമില്ല. ചിലർ കളറ് ഭയങ്കര പർട്ടിക്കുലറായിട്ട് കളർ കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് സൈസുള്ളവരാകുമ്പോൾ എന്തായാലും തുണി മെഷർമെൻറ്റ് തികയണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. മെഷർമെൻറ്റ് തികയാതൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അതൊക്കെ ചോദിച്ചിട്ട് വേണം കേട്ടോ വാങ്ങിക്കാൻ. ഇതൊരു മഞ്ഞ കളറാണ് കേട്ടോ. ഇതൊരു പൗഡർ യെല്ലോ എന്നൊക്കെ പറയത്തില്ലേ, ആ കളറാണ്. ഒരു സ്ക്രീനിൽ കാണുമ്പോൾ അത്ര മഞ്ഞയായിട്ട് തോന്നുന്നില്ല, ഒരു പീച്ച് പോലെ തോന്നും. പക്ഷേ എന്നാലും ഇതൊരു പൗഡർ യെല്ലോ കളറില്ലേ, ഒരു ടൈപ്പ് ഒരു മഞ്ഞയാണ്. നല്ലൊരു ഇങ്ങനത്തെ സട്ടിൽ കളേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു യെല്ലോ കളറാണ്. ദുപ്പട്ടയാണെങ്കിലും നമാസി കോട്ടൺ ആണ്, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം പീസ് ആണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഫ്രീ ഷിപ്പിങ്ങിലുള്ള പ്രൈസാണ് കേട്ടോ. പിന്നെ സ്റ്റാഫിന് ആവശ്യമുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പത്തനംതിട്ട ജില്ലക്കാർ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. സാലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും. ഡെയിലി വന്നു പോകുന്ന രീതിയിൽ അങ്ങനെയാണ്. അല്ല, നമുക്ക് താമസ സൗകര്യമൊന്നും ഒരുക്കാനായിട്ട് പറ്റത്തില്ല, അതിനുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അടുത്തുനിന്ന് തന്നെ ആരെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത്. ബേസിക്കായിട്ടുള്ള കമ്പ്യൂട്ടർ നോളജ്, അതായത് MS Excel ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. ഡിഗ്രി അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നുമില്ല. ബേസിക്കായിട്ട് ഈ കമ്പ്യൂട്ടർ നോളജ് ഒരു ചെറുതായിട്ടെങ്കിലും വേണം, അത് ആവശ്യമാണ് കേട്ടോ. ഇതൊരു ഗ്രേ ആണ്, ഇതൊരു പൗഡർ ഗ്രേ കളറാണ് കേട്ടോ. നല്ല കളേഴ്സാണ് കേട്ടോ. ഇതൊക്കെ ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് ഇപ്പോൾ കാണിച്ചതെല്ലാം. ഇതെല്ലാം ഒരു 44 ഇഞ്ചൊക്കെയാണ് കേട്ടോ ലെങ്ത് വരുന്നത്. ഒരു 44, മാക്സിമം 44-45 ഒക്കെ മാക്സിമം. ഒരുപാട് ഹൈറ്റ് ഉള്ളവർ പിന്നെ സൈസ് ഉള്ളവരും ശ്രദ്ധിച്ച് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രോഡക്റ്റ് ഡാമേജിന് മാത്രമേ റിട്ടേൺ, റീപ്ലേസ്മെൻറ്റ്, റീഫണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളൂ കേട്ടോ. അതുപോലെ പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ്. ഏത് രീതിയിലുള്ള ക്ലെയിമിനാണെങ്കിലും, എത്ര റെഗുലറായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ പോലും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ നമുക്ക് വേണം. അല്ലാതെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ളൊരു
പീസാണ് കേട്ടോ. നല്ല രസമാണ്. ഇതിൻ്റെ ഒരു അജ്രക് പ്രിൻ്റ് പോലത്തെ ഒരു പ്രിൻ്റൊക്കെ ഇച്ചിരി കട്ടിയുള്ള കോട്ടണാണിത്. നല്ല 44-45 ഒക്കെ ലെങ്ത് കിട്ടും. പാൻറ്റ് പ്ലെയിൻ പാൻറ്റ്. ദുപ്പട്ട വരുന്ന നമാസി കോട്ടൺ ഫാബ്രിക്കിലാണ്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പീസാണ്. പക്ഷേ ടേബിളിൻ്റെ പുറത്തിട്ട് കാണിച്ചുകൊണ്ട് സൈസും കളറും പിന്നെ ദുപ്പട്ടയൊന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് തന്നെ കാണിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബാക്കി വന്ന പീസുകൾ ജസ്റ്റ് വെച്ച് കാണിക്കുന്നത്. ഇതൊരു മെഹന്തി ഗ്രീൻ കളർ എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു കളറാണ് കേട്ടോ. നല്ലൊരു കളറാണ്. ദുപ്പട്ടയാണേലും നല്ല പ്രിൻറ്റഡ് ദുപ്പട്ട, നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. 2 സൈഡും ഇടാനൊക്കെ തികയും. 2.25 മീറ്ററിൻ്റെ കട്ടാണ്. ഡബിൾ സൈഡ് ഇടാനൊക്കെ തികയും. നല്ല ഭംഗിയുള്ള പീസുകളാണ് കേട്ടോ എല്ലാം. ഒരു 45 ഒക്കെ മാക്സിമം അത്രയൊക്കെ ലെങ്ത് വരും കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രോപ്പർ ലെങ്ത് ഒന്നും 48 അത്രയൊന്നും കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. മാക്സിമം ഒരു 45-46 ഒക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് വരുള്ളൂ. കുറച്ച് റേറ്റുള്ള മെറ്റീരിയൽസാണ് നിങ്ങൾക്ക് 48-50 ഒക്കെ കിട്ടും ചിലത് കേട്ടോ. ഇതൊരു യെല്ലോ കളറാണ് കേട്ടോ. കാണുമ്പോൾ ഒരു ഓറഞ്ച് പോലെ തോന്നുന്നു, പക്ഷേ എനിക്കിതൊരു യെല്ലോ കളറായിട്ടാണ് മനസ്സിലായത്. ഒരു അടഞ്ഞ യെല്ലോ കളറാണ് കേട്ടോ. ചിലപ്പോൾ അത് ഓറഞ്ചായിട്ടായിരിക്കും നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്, പക്ഷേ എനിക്കിതൊരു യെല്ലോ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി, ഞാൻ എൻ്റെ കാര്യം പറയണം കേട്ടോ, പേഴ്സണലി യെല്ലോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു അടഞ്ഞ യെല്ലോ കളറില്ലേ, അങ്ങനെയാണ് ഇത് എനിക്ക് മനസ്സിലായത്. നമാസി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. കോട്ടൺ ദുപ്പട്ട പ്രിൻറ്റഡ്, നല്ല നീളവും വീതിയൊക്കെ ഉണ്ട്. പ്രിൻറ്റഡ് ദുപ്പട്ട. പിന്നെ അതിനകത്ത് വരുന്നത് പ്രിൻറ്റഡായിട്ട് തന്നെ വരുന്ന പാൻറ്റാണ്. ഇതും ഒരു 44-45 ഇഞ്ചസൊക്കെ ലെങ്ത് വരും. യോക്ക് പോർഷനിൽ കാണുന്ന കംപ്ലീറ്റ് സീക്വൻസ് വർക്കാണ് കേട്ടോ. അത് ഈ മെഷീൻ എംബ്രോയ്ഡറിയാണ്, മെഷീനിൽ ചെയ്ത വർക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭയങ്കര ഫിനിഷിംഗ് ആണ്. കൈകൊണ്ട് ചെയ്യുന്നതിനൊക്കെ എപ്പോഴും ഭയങ്കര ഫിനിഷിംഗ് ആണ് മെഷീൻ എംബ്രോയ്ഡറി. ഇതൊരു ബ്ലൂ ആണ്. ഇതും ഇപ്പോൾ ഒരു അടഞ്ഞ ബ്ലൂ കളറാണ് കേട്ടോ. നമ്മൾ നോർമലി കാണുന്ന ഒരു ബ്ലൂ അല്ല, കുറച്ചൊരു അടഞ്ഞൊരു ബ്ലൂ കളർ കേട്ടോ. ഒരു ഗ്രേയിഷ് ബ്ലൂ, കുറച്ച് ഗ്രേ കലർന്ന ഒരു ബ്ലൂ കളറാണ് കേട്ടോ. കോട്ടണൊക്കെ നല്ല സുഖമുള്ള കോട്ടണാണ്. തൊടുമ്പോഴൊക്കെ നല്ല ഫാബ്രിക്, നമ്മൾ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നല്ല ഫിനിഷിംഗ് ഉള്ള ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഒരു കോട്ടൻ്റെ ലൈനിങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാം. ഡെയിലി യൂസിനൊക്കെ നമ്മൾ ഒരുപാട് വിലയുള്ളതൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനത്തെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ഡെയിലി യൂസിന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഡെയിലി യൂസിന് പറ്റിയ മെറ്റീരിയലാണിത് കേട്ടോ. ഒരു ഡബിൾ എക്സൽ വരെ ഉള്ളവർ കണ്ണും അടച്ച് വാങ്ങിക്കാം. പിന്നെ ഹൈറ്റ് കൂടുതലുള്ളവർ, പിന്നെ 3XL തൊട്ട് മുകളിലോട്ട് സൈസുള്ളവർ, അവരൊക്കെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ചോദിക്കണം കേട്ടോ. കാരണം ഹൈറ്റ് കൂടുതലുള്ളവർക്ക് അത്യാവശ്യം നല്ല ഇറക്കത്തിൽ നിന്നില്ലെങ്കിൽ ഒരു വൃത്തികേട് വരും. അപ്പം എനിക്ക് 159 എൻ്റെ ഹൈറ്റ്. എനിക്കിതെല്ലാം ആംഗിൾ ലെങ്തിലാണ് നിൽക്കുന്നത്. 159 ഉള്ളൂ എൻ്റെ ഹൈറ്റ്. എനിക്കിത് ആംഗിൾ ലെങ്ത് വരേണ്ടത്, അതായത് താഴെ മുട്ടി നിൽക്കുകയാണ് എനിക്ക് കേട്ടോ. ഇത് ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ഒരു ഗ്രീനാണേ, ഒരു കിളിപ്പച്ച കളർ പോലെയാണ് കേട്ടോ ഇത്. പക്ഷേ എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളർ പോലെയാണ് എനിക്ക് പേഴ്സണലി കണ്ടിട്ട് തോന്നിയത്. കുറച്ചുകൂടി ലൈറ്റ് കളറാണ് കേട്ടോ. എല്ലാം തന്നെ കോട്ടൺ, ടോപ്പും ബോട്ടവും ദുപ്പട്ടയും നോർമൽ കോട്ടണിലാണ് വരുന്നത്. ദുപ്പട്ട വരുന്ന നമാസി കോട്ടൺ, ടോപ്പും ബോട്ടവും നോർമൽ സാദാ കോട്ടൺ ഫാബ്രിക് കേട്ടോ. ബോട്ടം നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. വേണമെങ്കിൽ അത് വെച്ചിട്ടൊരു ടോപ്പ് വേണമെങ്കിൽ തയ്ക്കാം. ആ രീതിയിലാണ്. നല്ല ഒരു കോമൺ ആയിട്ടൊരു ഗ്രീൻ കളറിലെ പാൻറ് ഇട്ടാൽ മതി. ഒരു ടോപ്പ് തയ്ക്കാനുള്ള തുണിയുണ്ട് അതിന്. നല്ല ഭംഗിയാണ്. നല്ല പ്രിൻ്റ് കാണാൻ നല്ല, കണ്ടോ, നല്ല ചെറിയ പൂക്കൾ, നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും കേട്ടോ. ആരും റിപ്ലൈ കിട്ടിയില്ല, ഒരു പ്രോഡക്റ്റ് എൻക്വയറി ചെയ്തിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയില്ല എന്ന് ആരും പറയത്തില്ല. സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എത്ര റെസ്പോണ്ടീവ് ആണെന്നുള്ളത് എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്നവർക്ക് നല്ലപോലെ അറിയാം. ഒരുപാട് പേര് അത് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുക്ക്, ചേച്ചി പെട്ടെന്ന് റിപ്ലൈ തരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമൊന്നും ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി. അതുകൊണ്ട് സ്ഥിരമായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നൊന്ന് പറയണം അത് കേട്ടോ. കാരണം ആർക്കും ഞാൻ പ്രോഡക്റ്റ് എൻക്വയറി ചോദിച്ചാൽ ആർക്കും മറുപടി കിട്ടാതെ ഇരുന്നിട്ടില്ല. അതെനിക്ക് 100% ഞാൻ ആ കാര്യത്തിൽ കോൺഫിഡൻ്റ് ആണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പം താഴോട്ട് മെസ്സേജുകൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഫോണിലെടുത്ത് നോക്കും, ആരെങ്കിലും ഞാൻ വിട്ടുപോയോ, ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ ഞാൻ വിട്ടുപോയോ എന്നിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ നോക്കും. എനിക്കത് നിർബന്ധമാണ് ആർക്കും മറുപടി കിട്ടാതെ പോകരുതെന്നുള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. താങ്ക് യു.